കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യക്ക് വെളിയിലും പെന്തക്കോസ്റ്റ് കൺവെൻഷൻ സ്റ്റേജുകളിലും സത്യസുവിശേഷം സധൈര്യം പ്രസംഗിക്കുന്ന പ്രസിദ്ധനായ ഒരു സുവിശേഷകനാണ് പാസ്റ്റർ ലാസർ വി മാത്യു. തൻ്റെ പ്രസംഗ വിഷയങ്ങളും വിഷയാവതരണവും ഏതു മനുഷ്യനെയും ഹഠാത് ആകർഷിക്കുന്ന നിലയിലാണ്. പ്രസംഗിക്കാൻ ധാരാളം വിഷയങ്ങളുണ്ടെങ്കിലും ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനാണ് താൻ ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ളത്. 1982 പാസ്റ്റർ ലാസർ വി മാത്യു എഴുതിയ ഗാനമാണ് കൂടുവിട്ടൊടുവിൽ എന്ന ഗാനം. അദ്ദേഹം അതിൻ്റെ അനുഭവം ഇങ്ങനെയാണ് പറയുന്നത്. ചെങ്ങന്നൂരിന് സമീപം ആല എന്ന സ്ഥലത്ത് തൻ്റെ ഭാര്യ വത്സമ്മ ലാസറിൻ്റെ ഭവനത്തിൽ പാർക്കുന്ന കാലം. മാതാപിതാക്കൾക്ക് ഏക മകൾ ആകയാൽ അവരെ സംരക്ഷിക്കുന്ന ചുമതലയാൽ ആ ഭവനത്തിൽ താൻ പാർത്തു. 3 കുട്ടികളെ ദൈവം അവർക്ക് നൽകി. ചെറിയ വീട്ടിൽ എല്ലാവരുമായി പാർക്കുവാൻ കഴിയാത്തതിനാൽ പെരിശ്ശേരിയിലെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു. അവിടെ താമസിച്ച് 1 വർഷമായപ്പോൾ വീട് മാറുവാൻ ഉടമസ്ഥൻ ആവശ്യപ്പെട്ടു. 1 ഫർലോങ് അകലെ മറ്റൊരു വീട് തരപ്പെട്ടു. അവിടെയും 1 വർഷമായപ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു. അവിടെ നിന്നും വീണ്ടും 1 ഫർലോങ് ദൂരെ മാറി മറ്റൊരു പാർപ്പിടം ലഭിച്ചു. ആ വീട്ടുകാരനും 1 വർഷമായപ്പോൾ തന്നെ വീട് ഒഴിപ്പിക്കുവാനിടയായി. 3 വർഷത്തിനുള്ളിൽ 3 വീടുകൾ മാറേണ്ടി വന്നു. കുടുംബത്തെയും കുട്ടികളെയും കൊണ്ട് 3-ാമത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹൃദയം ഭാരത്താൽ നിറഞ്ഞു. സ്വന്തമായി ഒരു ഭവനമില്ലാത്തതിൻ്റെ ഭാരം തന്നെ വല്ലാതെ അലട്ടി. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തന്നോട് സംസാരിച്ചു. ഇവിടെ വീടല്ല, കൂടാണ് നമുക്കുള്ളത്. കൂടായതുകൊണ്ടാണ് കൂട് വിട്ടലയുന്ന പക്ഷിയെപ്പോലെ നമ്മൾ അലയുന്നത്. താമസിയാതെ വീട്ടിലെത്തും. വീട്ടിലെത്തിയാൽ പിന്നെ മാറേണ്ട ആവശ്യമില്ല. ഈ വരികൾക്ക് ഈണം നൽകി താൻ എഴുതി. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിലെൻ വീടിൻ്റെ മുമ്പിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്കപ്പാടുകളേറ്റവനായി. കോഴഞ്ചേരിയിൽ നിന്നും റാന്നിയിലേക്കുള്ള ട്രാൻസ്പോർട്ട് ബസ് യാത്ര ഒരു ഗാനത്തിൻ്റെ തുടക്കമാകുമെന്ന് കരുതിയില്ല. ചുരുക്കം യാത്രക്കാരുമായി യാത്ര ആരംഭിച്ച ബസ്സിൻ്റെ സീറ്റുകൾ ഇളകി ആടുന്ന ശബ്ദം, വണ്ടി നിർത്തിയിട്ട് വീണ്ടും ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇരമ്പൽ, ആ ശബ്ദങ്ങൾ താളമായി എടുത്തുകൊണ്ട് താളത്തിനൊത്ത് ആത്മാവിൽ പാടി ഓ പാദങ്ങൾ പൊങ്ങിടുന്നേ ചേരുവാൻ തന്നരികിൽ എന്ന ഗാനം. ഏഴംകുളത്ത് മങ്ങാട് മത്തായി ഉപദേശിയുടെയും അച്ചാമ്മ മാത്യുവിൻ്റെയും മകനായ ലാസർ വി മാത്യുവും ഭാര്യ വത്സമ്മയും ഫെമില, ഫേബ, ഫെബിൻ എന്ന മക്കളുമായി ചെങ്ങന്നൂർ പാർക്കുന്നു. ഇൻഡിപെൻഡൻറ്റ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പൊതു ചുമതലയും വഹിക്കുന്നു.